എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഒരു സാധാരണ കൊച്ചു ഫാമിലി ചിത്രം എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വന്നിട്ടുണ്ട്. യെസ്, സിനിമയുടെ പേര് തുടരും. തുടരും അത്രല്ല, 2025 അത് ലാലേട്ടനുള്ളതാണ്. എഴുതി കുറിക്കപ്പെട്ട സാധനം അത് തീർച്ചയായിട്ടും അത് നമ്മളങ്ങ് കൊടുത്തേക്കുന്നതാണ്. അതെ, ശരിക്കും തുടരും ആദ്യം വരേണ്ട സിനിമയായിരുന്നു. അതായത് 2025 ആദ്യത്തെ റിലീസ് തുടരും ആവേണ്ടതായിരുന്നു. ചില കാരണങ്ങളാൽ ഇത് റിലീസ് ഡേറ്റ് മാറ്റി. ഇപ്പോൾ 2025 ആദ്യത്തെ സിനിമ വരാൻ പോകുന്നത് നാളെയാണ്. എമ്പുരാൻ, അതായത് ലാലേട്ടന്റെ സിനിമ കേട്ടോ. ലാലേട്ടന്റെ തെറ്റിദ്ധരിക്കും ചിലപ്പോൾ. എന്താണെങ്കിൽ ലാലേട്ടന്റെ ഫസ്റ്റത്തെ സിനിമ, അതായത് 2025 ഫസ്റ്റ് മൂവി എമ്പുരാൻ. അമ്പോ, എക്സൈറ്റ്മെന്റിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഇറക്കിവിടുന്നത്. അങ്ങനെ ആ സിനിമ കണ്ടുകൊണ്ട് ആ ഒരു പീക്ക് ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ട്രെയിലറും ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണാം. കൂടെ മറ്റുള്ള സിനിമകളിലൊക്കെ വരും. പക്ഷെ എന്നാലും ലാലേട്ടൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ലാലേട്ടൻ സിനിമേന്റെ ട്രെയിലർ ബിഗ് സ്ക്രീനിൽ കാണാന്ന് പറയുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് കിട്ടൂല, നമുക്ക് പിന്നീട് അത് ആസ്വദിക്കേണ്ടി വരും. ഞങ്ങൾ ഫാൻ ഷോയ്ക്കാണ് പോകുന്നത്, അതുകൊണ്ട് കാണാൻ പറ്റൂല എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ചിലപ്പോ പറയാൻ പറ്റൂല. ഓക്കെ, എന്തായാലും ഒഫീഷ്യൽ ട്രailer കാണാം. ത്രില്ലറാണ്. അതിന്റെ കൂടെ ഒരു കൂടി എന്താ, ഓ മോനെ, എന്താ തമ്പനയിലിത് പോളിസ് സാധനം. അതായത് നമ്മുടെ പഴയ ലാലേട്ടനെ ശോഭനേനെ കാണാം. ആണെന്ന് തോന്നുന്നു. ആണ്, പക്ഷെ അത് എന്തൊരു രസമാണോ ചെയ്തത്. എന്തൊരു രസം. ഈ ഒരു തമ്പനയില് മതി ഇതിന് വ്യൂസ് വരാൻ. സത്യം. പിന്നെ ഏതാ തമ്പനയില് അറിഞ്ഞ് പണ്ണാന്ന് പറഞ്ഞിട്ടുണ്ടോ? സത്യം. ആ എവർഗ്രീൻ കോംബോ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അന്നത്തെ ആ ഒരു ലുക്കാണ് വരിക. പ്രത്യേകിച്ച് നാടോടിക്കാറ്റിലെ ആ ലുക്ക്, അത് നടന്നു വരുന്നതൊക്കെ ഇതും അതേപോലെ തന്നെയാണ്. കൊടുത്തിരിക്കുന്നത്. സത്യം. എന്തൊരു സുന്ദരനും എന്തൊരു സുന്ദരിയും. ഓക്കെ, ഇനി ട്രെയിലർ കാണാം. ഒരു കൊച്ചു ഫാമിലി ഡ്രാമ, അതിന്റെ ട്രെയിലർ, തുടരും സിനിമയുടെ ട്രെയിലർ. എത്ര, 1 മിനിറ്റ് 57 സെക്കൻഡ് ഉണ്ട്. പണ്ട് എന്നെ കണക്ക് പിടിച്ചൊരു സാറുണ്ട്. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. കഴിച്ചാലും കുളിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തും നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്? 4ാം ക്ലാസ്സുകാരനാണ്. ആ താടി തൊട്ട് കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടി മാറ്റി അയ്യോ പാവം കളിച്ചതാടാ. എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറക്കുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം വട്ടക്കാം. എന്താണോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാർ, എന്റെ കാറ് കിട്ടൂല. കിളിമോ, அந்த ആൾക്ക് കാറ് കയ്യിലെ കിട്ടിയ കിളിപ്പോ. മഴ നനയല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. നമ്മൾ ഇന്നലെ പറഞ്ഞ 3 സാധനം ട്രെയിലറിൽ തന്നെ വന്നല്ലോ. എന്തൊക്കെയാണ്? മഴ, കാറ്, ലാലേട്ടൻ. 3 നമ്മൾ ഇട്ട് തന്നായിരുന്നു. ആ 3 ഇതേ ട്രെയിലറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അപ്പുറം, അതിന്റെ അപ്പുറം ഉണ്ടല്ലോ. ഇനി നമ്മൾ അതും പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. നിങ്ങൾ പറഞ്ഞത് അവിടെ നിർത്തിക്കോ. ഇനി അതുക്കപ്പുറം ഇനി നിങ്ങൾ പോകണ്ടെന്ന് അത് ക്ലൈമാക്സിൽ കൊണ്ടിട്ടാ സാധനം തന്നെ ഇട്ട് വെച്ചു.
അപ്പൊ അതിന്റെ അപ്പുറം സാധനം വരാനിരിക്കുന്നുണ്ട് സിനിമയില്, അത് ഉറപ്പല്ലേ? ഉറപ്പായിട്ടും. സ്വഭാവം മാറിയുണ്ടോ? രട്ടിലും മട്ടിലും രൂപത്തിലും മൊത്തത്തിലങ്ങ് അപ്പടെ ടിസ്റ്റ് അടിച്ച് മാറി തിരിഞ്ഞു നിന്നു. സിനിമ മൊത്തത്തിലാ മാറി. അതുവരെ കണ്ടുകൊണ്ടിരുന്ന സാധനം അല്ല അവിടെ മുതൽ അങ്ങോട്ട് വരുന്നത്. ശരിക്കൊരു ദൃശ്യം അങ്ങനെ പറഞ്ഞതാട്ടോ ലാലേട്ടൻ പറഞ്ഞത്, നമ്മൾ പറയുന്നില്ല. ദൃശ്യം വൈബ് ഉണ്ട്. അതായത് ഇതിനെ ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എടുത്തിരിക്കാം. അതായത് 1 മിനിറ്റും 58 സെക്കൻഡുമാണ് ഇതിന്റെ ഡ്യൂറേഷൻ. അത് ഒരു സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് പക്ക നമ്മുടെ ദൃശ്യത്തിലുണ്ടല്ലോ, ശ്രദ്ധികൾ, ഫാമിലി, ഭയങ്കര ഫണ്ണായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ, അത് പിടിച്ചങ്ങോട്ട് പോയി. അതിന് ശേഷം അത് തിരിഞ്ഞ് ലാസ്റ്റ് ശരിക്കും നല്ലൊരു ക്ലൈമാക്സിലോട്ട് വന്നപ്പോഴത്തേക്കും അതിന്റെ ഒരു റേഞ്ച് വിട്ടൊരു സാധനം, അതൊരു 1.5 ഹൈറ്റ്. ഇതെന്താന്നറിയോ, നമ്മള് ഒരു 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 രൂപത്തിലുള്ള ലാലേട്ടനെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ ആ ഒരു വൈബിൽ ഇരിക്കുമ്പോഴായിരിക്കും ഈ സാധനം ഇറക്കി വിടുന്നത്. അപ്പം ഇതിന് പ്രത്യേകം എന്താ അറിയോ, ഈ രീതിയിലുള്ള ലാലേട്ടൻ ഉണ്ടല്ലോ, അതിപ്പോ എത്ര കോടികൾ മുടക്കി എമ്പുരാന്റെ 2 ഇരട്ടി വന്നാലും അതിനേക്കാളും പവർഫുൾ ആണ്. അതാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ വന്ന് നിന്നാ അതാണ് ഇമ്പാക്ട് കൂടുതൽ. ഇതിന്റെ അകത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് ലാലേട്ടൻ അഭിനയിക്കാനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആളുടെ സ്റ്റൈലും സ്വാഗും ആ ചെറിയ ഡയലോഗുകളിലൊക്കെ ആയിരിക്കും സിനിമ പോണത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോ ലാലേട്ടനെ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടുള്ള സാധനം ഇഷ്ടം. അത് ആ ക്ലൈമാക്സിൽ തന്നെ അവർ ഒറ്റ സീനിലുണ്ട്. ഈ ട്രെയിലറിൽ ഏതാണ്ട് എന്തൊക്കെ സംഭവം, ചാട്ടം, പിള്ളേരെ എടുത്തോണ്ട് പറഞ്ഞിട്ട് എടുത്തിട്ട് പോണ സീനൊക്കെ അങ്ങനെ കുറെ ഐറ്റംസ് ആണ്. അതായത് അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള സിനിമ, ലാലേട്ടന്റെ സിനിമ തന്നെ. അതിലെ ഡയലോഗുകൾ അതിലെ ഡയലോഗുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ്. എന്നാൽ പോലും അത് കേൾക്കുമ്പോ ഉള്ള രസം എന്താണ്. നീ ഇങ്ങനെ താടി വളർത്തി പാവായിരുന്നു, താടി തൊട്ടാ ഞാൻ കൈ വെട്ടുന്നതാണ് ശോഭന പറഞ്ഞ ഡയലോഗ്. അപ്പൊ ശോഭന പറഞ്ഞിട്ട് തന്നെയാണ് ആ താടി അങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നത്. എന്റെ താടി വെച്ച് ആർക്കടാ പ്രശ്നം ചോദിച്ചത്. എന്താ പറയാ, നമ്മളെ ഹാഫ് ടൈം വരെ നമ്മളെ ലാലേട്ടന്റെ പഴയ സാധനം ഉണ്ടല്ലോ, പീക്ക് ലെവൽ, ആ സാധനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും സിനിമയില് പെർഫോമൻസ് ബേസ് അങ്ങ് തുടങ്ങാൻ പോണത്. മെയിൻ പരിപാടി അതും മെയിൻ പരിപാടി തന്നെ, പക്ഷെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടി അതിനുശേഷം വരും. നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് പുറത്തു വന്നൊരു സംഭവമാണ്. അതായത് ആൾക്കൊരു പ്രത്യേക ഒരു സ്വഭാവം വരും, ഒരു പ്രത്യേകതരം ഒരു അസുഖമാണത്. അപ്പോൾ ആ രീതിയിലേക്ക് മാറുന്നതിനെ അതിൽ കാണിച്ചു. ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ആ ഒരു സമയത്തൊക്കെ കാണിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതൊരു ചെറിയൊരു മറയായിരിക്കാം, ഒരു സൗകര്യമായിരിക്കാം അത്. അതിന്റെ പുറകില് വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. പിന്നെ ഇതിൽ ആരും കണ്ടു, ബിനു പപ്പിനെ കണ്ടു, പിന്നെ ശോഭന കണ്ടു. അതല്ല ഫാമിലി, മൊത്തം ഫാമിലിക്ക് ഒരു പ്രത്യേക പ്രാധാന്യം ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള. പിന്നെ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ അനിയൻ പോലീസുകാരനായിട്ടുണ്ട്, ആളെ കണ്ടു. ഇന്നലെ കുറെ എന്തൊക്കെ വേറെ കഥകളൊക്കെ കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ കഥകൾ. അത് പല രീതിയിലും അത് അങ്ങനെയാണല്ലോ സിനിമ. ഇപ്പൊ എമ്പുരാൻ തന്നെ എത്ര കഥ കിട്ടും, എന്തൊക്കെ കഥ ഞങ്ങള് ശരിക്കും കേട്ട് 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 തുടരും തന്നെ. ഇപ്പൊ 1, 2, 3 സ്റ്റൈലിലുള്ള സാധനം കേട്ടിട്ടുണ്ട്, 4 സ്റ്റൈലിലുള്ള സാധനം കേട്ടിട്ടുണ്ട്. ഇത് വരുമ്പോഴല്ലേ ഇതിനൊക്കെ അറിയുള്ളൂ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഏത് സിനിമേന്റെ വരുമ്പോ സമയത്തും നമ്മൾ കേൾക്കാറുണ്ട്. എന്താണെങ്കിലും വലിയ താരങ്ങളുടെ കുറച്ച് കൂടുതലായിട്ട്. തീർച്ചയായിട്ടും. എന്താണെങ്കിലും അപ്പം എമ്പുരാൻ കണ്ട് നമ്മളിങ്ങനെ മതിമറന്ന് നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് അടുത്ത സാധനമായിട്ട് തുടരും. റിലീസ് ഡേറ്റ് കാണിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ല, കമ്മിങ് സൂൺ എന്ന് പറയുന്നത് ലാലേട്ടൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് May 8 ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. അടുത്ത വീഡിയോസുമായിട്ട് ഉടനെ വരാം. ബൈ.